നമസ്കാരം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ വന്ന ഒരു അഭിമുഖമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഫ്രാങ്കോ കേസിലെ അതിജീവിതയുമായി ഏഷ്യാനെറ്റിലെ അവതാരകൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് വിഷയം. അപ്പോൾ ഫ്രാങ്കോ കേസിനെ പറ്റി ഇത്രയും കാലം പേരും അല്ലെങ്കിൽ രൂപമൊന്നും വെളിപ്പെടുത്താതിരുന്ന അതിജീവിത അപ്പോൾ പുറത്തു വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരുപാട് ചർച്ചയാകുകയും ആൾക്കാരൊക്കെ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്താണ് ഫ്രാങ്കോ കേസിലെ വിധിന്യായവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കുണ്ടായ ചില സംശയങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഫ്രാങ്കോ കേസിലെ വിധിന്യായവും അതുപോലെ ഇൻ്റർവ്യൂവിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അത് മാത്രം ഞാനൊന്ന് പങ്കുവെക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിജീവിത പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സിനിമാ നടിയുടെ കേസ് ഇപ്പോൾ വന്നിരുന്നു. സിനിമാ നടിയുടെ ഒരു പീഡന കേസിൽ വിധി ഇപ്പോൾ വന്നു. അപ്പോൾ ആ വിധിയും ഈ വിധിയും തികച്ച സമാനമാണെന്നും ആ വിധി കേട്ടപ്പോൾ ആ ഇരയായ നടിക്കുണ്ടായ അതേ വികാരമാണ് തനിക്ക് തൻ്റെ വിധി കേട്ടപ്പോൾ ഉണ്ടായതെന്നുമാണ് ഈ ഫ്രാങ്കോ കേസിലെ അതിജീവിത പറയുന്നത്. ഇവിടെ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ, ഫ്രാങ്കോ കേസിൽ ആ വിധിന്യായം ഞാൻ മുഴുവൻ വായിച്ചിരുന്നു. അവിടെ ഇങ്ങനെ അതായത് രണ്ടും ശരി, ഒരു വിധത്തിൽ പറഞ്ഞ ആരോപണം കറക്റ്റാണ്, രണ്ടിൻ്റെ അകത്ത് റേപ്പ് കേസാണ്. പക്ഷേ ഫ്രാങ്കോ കേസിൽ അങ്ങനെ ഒരു റേപ്പ് നടന്നതായിട്ട് കോടതി കണ്ടെത്തിയിട്ടേ ഇല്ല. മാത്രമല്ല കുറ്റവാളിയെ ശിക്ഷിച്ചിട്ടുമില്ല. പക്ഷെ നടിയുടെ കേസിൽ റേപ്പ് നടന്നതായിട്ട് കണ്ടെത്തി, അതിന് തെളിവുകൾ ഉണ്ടെന്ന് കണ്ടെത്തി, അതിനുശേഷം ആ റേപ്പ് ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്തു. അത് 20 വർഷമൊക്കെ ശിക്ഷിച്ചു. അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ബന്ധം? അതിൻ്റെ അകത്ത് കുറേ പ്രതികളുണ്ട്, അവരിൽ 6 പ്രതികളെ വരെ ശിക്ഷിച്ചു. അതിന് ശേഷമുള്ള പ്രതികളെ വെറുതെ വിട്ടത് ആയിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുന്നു? കാരണം ആദ്യത്തെ കേസിൽ അങ്ങനെ റേപ്പേ നടന്നതായിട്ട് കോടതി കണ്ടെത്തിയിട്ടില്ല, തെളിവില്ല എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല ആരോപണ വിധേയനായിട്ടുള്ള ആളെ വെറുതെ വിടുകയും ചെയ്തു. ഇനി അപ്പോൾ ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ സംശയം. ഇനി രണ്ടാമത്തെ സംശയം, ഇവിടെ ഈ അതിജീവിത ഉൾപ്പെടെയുള്ള കന്യാസ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഒരുപാട് സാമ്പത്തികമായ പ്രശ്നം, പൈസ തരത്തില്ല, പൈസ ഇല്ല, അത് അച്ഛന്മാരോട് ചോദിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഠത്തിലെ ഭയങ്കര ഒരു ഇമോഷണലായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. സംഭവമൊക്കെ ശരിയാണെന്ന് തന്നെ വെക്കുക, എനിക്കറിയില്ല നേരിട്ട്. പക്ഷേ ഈ പറയുന്നതെല്ലാം ശരിയാണെങ്കിൽ പോലും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഒരു മഠത്തിൽ ഒരാൾ പോകുന്നത് നിത്യവ്രതം, അവസാനത്തെ നിത്യവ്രതം സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും പ്രായപൂർത്തിയായ ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ എല്ലാ കണ്ടീഷൻസും വായിച്ച് ബോധ്യപ്പെട്ടല്ലേ ഈ നിത്യവ്രതം സ്വീകരിക്കുന്നത്. അങ്ങനെ നിത്യവ്രതത്തിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്: ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം. അപ്പോൾ ഈ തൻ്റെ അച്ഛന്മാരെ അനുസരിക്കണമെന്നുള്ളത് ഇവിടെ പരാതിയാണ്. ഒരച്ഛൻ ഇവർ കാറിൽ ഓവർടേക്ക് ചെയ്തു എന്നുള്ളത് ഒരു പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ട് അച്ഛൻ പറയുന്നു എന്നൊക്കെ പറയുന്നു. അച്ഛൻ പറയുന്നത് അനുസരിക്കണം. അതുപോലെ ദാരിദ്ര്യം, ആവശ്യത്തിന് പണം കിട്ടുന്നില്ല, അവരുടെ കാര്യങ്ങൾക്കെല്ലാം കിട്ടുന്നില്ല. ഈ ദാരിദ്ര്യവും അനുസരണവും സ്വീകരിച്ചു കഴിഞ്ഞല്ലേ ഇവർ പോയത്. ഇനി നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയെന്ന് വെച്ചോ, നമ്മൾ ആ ലോൺ എടുക്കുന്നതിന് മുമ്പ് വായിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ആ ലോൺ തീരുന്നോടം വരെ നമ്മൾ അനുസരിക്കണം. ഇവിടെ മരണം വരെയാണ്. ഇനി അനുസരിക്കാൻ പറ്റിയില്ല, നമുക്ക് ലോൺ അടച്ച് ആ ബാങ്കുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ഇവിടെയും അതനുസരിച്ച് പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ടാണ് സ്റ്റിൽ അവിടെ ആ അനുസരണം അല്ല ദാരിദ്ര്യമൊക്കെ എഴുതി ഒപ്പിട്ട ശേഷം പിന്നെ അനുസരണമാണ് ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പീൽ ടു ഇമോഷൻ, അതുവഴി എന്താണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? കാരണം അവിടെ എന്തെങ്കിലും അന്യായം ഈ സുപ്പീരിയേഴ്സ് ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഈ കോൺട്രാക്റ്റ് വെച്ച്, നിത്യവ്രതത്തിൻ്റെ കോൺട്രാക്റ്റ് വെച്ച് നോക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കോൺട്രാക്റ്റിലേക്ക് നിങ്ങൾ പോകണ്ടെന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ അവിടുന്ന് പുറത്ത് ചെയ്ത് മാതൃക കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പല കന്യാസ്ത്രീകളും അങ്ങനെ പുറത്തിറങ്ങി വരികയും ചെയ്തു. അപ്പോൾ അതല്ലേ ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ സംശയം. ഇനി മൂന്നാമത്തെ സംശയം, 13 തവണയുള്ള റേപ്പ് കേസൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ 13 തവണ ആയിട്ട് നിങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? അല്ലെ ഒന്നാമത്തെ തവണ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യണ്ടേ? 13 തവണ കഴിഞ്ഞാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അവതാരകൻ ചോദിക്കുകയുണ്ട്. അതിന് മറുപടി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ചർച്ച ചെയ്യാതെ പോയ പ്രധാനപ്പെട്ട 2 ഇൻസിഡൻസ് ആണ്. ഒന്ന്, അതായത് ഫ്രാങ്കോ കേസിലെ വിധിന്യായം ഞാൻ കമൻറ്റിൽ കൊടുത്തെന്ന് പറഞ്ഞു. ആ വിധിന്യായത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, പേജ് നമ്പർ 146, വിധിന്യായം പേജ് നമ്പർ 146, പാര നമ്പർ 251. അവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ പറയുന്നത് ഞാൻ കേസ് എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ളതിൻ്റെ പ്രധാന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് ഈ വിക്ടിമിൻ്റെ മൊഴി എന്ന് പറയുന്നത് ഇവോൾവിങ് ആണെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വിക്ടിം പറയുന്നത് എന്താണ്? അവർ പറയുന്നത് അങ്ങനെ ഒരു പീനൽ പെനട്രേഷൻ നടന്നിട്ടുള്ളതായിട്ട് പറയുന്നില്ല. അതായത് റേപ്പ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പറയുന്നില്ല. എന്നാൽ പിന്നീട് അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ മൊഴി മാറി വരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഇവോൾവിങ് ആയിട്ടുള്ള
ഒരു മൊഴി സ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് കോടതി ഒരു കണ്ടെത്തൽ പോകുന്നത്. അപ്പോൾ ഇതൊരു ഇൻസിഡൻറ്റ്. ഇനി രണ്ടാമത്തെ ഇൻസിഡൻറ്റ് പേജ് നമ്പർ 247, ഐറ്റം നമ്പർ 392. അവിടെ പറയുമ്പോൾ ഈ വിക്ടിമിൻ്റെ തന്നെ, അതായത് ഈ അതിജീവിതമായിട്ടുള്ള ഈ കന്യാസ്ത്രീയുടെ തന്നെ കസിനായിട്ടുള്ള ജയ എന്ന് പറയുന്ന ഒരു സാക്ഷിയുടെ 16ാം സാക്ഷിയാണ്. അവരുടെ ഭർത്താവുമായിട്ട് ഈ വിക്ടിമിന് ഒരു ലൈംഗിക ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ഒരു രീതിയിൽ അവർ കംപ്ലൈൻറ്റ് കൊടുത്തായിട്ട് പറയുന്നുണ്ട്. അതായത് അഭിഷേകാഗ്നി ധ്യാനം കൂടാൻ പോയിട്ട് ഇവരുടെ റൂമിൽ ദിവസങ്ങൾ താമസിച്ചു എന്ന് പറയുന്നു, അതിജീവിതയുടെ റൂമിൽ താമസിച്ചു എന്ന് പറയുന്നു. അങ്ങനെ തുടർന്ന് ഈ ജയ, അതായത് കസിൻ കൂടിയായ ജയ കൊടുത്ത കംപ്ലൈൻറ്റ്, 16ാം സാക്ഷി അവരുടെ ഭർത്താവിന് ആയിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു കംപ്ലൈൻറ്റ് അതിൻ്റെ ഈ കോൺഗ്രിഗേഷൻ ഹെഡ് എന്നുള്ള രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ഫ്രാങ്കോ അന്വേഷിച്ചു. അതിന് ശേഷമാണോ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വന്നതെന്നുള്ളത് കോടതി നിരീക്ഷിച്ച ഒരു വിഷയം കൂടെയാണ്. അത് ഈ പേജ് വായിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യം കിട്ടും. 247 പേജ്, ഐറ്റം നമ്പർ 392. ഇത് നേരത്തെ വായിച്ചാൽ മതി. അപ്പോൾ ഈ 2 ഇൻസിഡൻ്റ് ഉണ്ട്. ഇത് രണ്ടും എതിരായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 13 തവണത്തെ റേപ്പ് പറയുന്ന പോലെ തന്നെ ഈ 2 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ അത് ഡിസ്കസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാഞ്ഞത്? ഇതും എൻ്റെ ഒരു സംശയമാണ്. ഇത് ഡിസ്കസ് ചെയ്ത് ഇവിടെ ഇരയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാവുന്ന കേസാണ്. കാരണം കേസിന് ഓൾറെഡി വിധിയൊക്കെ വന്നതാണ്. ഇനി എന്താണെങ്കിലും മറ്റ് ഈ 13 തവണത്തെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇത് നോർമലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെൻ്റെ ഒരു സംശയമായിട്ട് പറയുന്നതാണ്, എന്തുകൊണ്ടായിരിക്കാം ഇത് ഡിസ്കസ് ചെയ്യാതിരുന്നെന്നുള്ളത്. ഇനി അവസാനത്തെ ഒരു പോയിന്റ് കൂടെയാണ് എൻ്റെ പ്രധാന സംശയങ്ങളിൽ പെടുന്നത്. അതിതാണ്, അതായത് ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് അവസാനം പുതിയതായിട്ട് പോകുന്ന കന്യാസ്ത്രീകളാകാൻ പോകുന്ന സ്ത്രീകൾക്ക് നൽകുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കന്യാസ്ത്രീ ആകുന്നതിലൊന്നും തെറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും, അത് തരണം ചെയ്യാനുള്ള ശക്തി നേടിയിട്ട് നിങ്ങൾ കന്യാസ്ത്രീയാകാൻ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ഈ അതിജീവിത ശരിക്കും ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലേ? അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്ന താൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മറ്റ് കന്യാസ്ത്രീകളോടും കടന്നു പോവാ, അല്ലെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഇതിന് പുറത്ത് നിൽക്കുന്നവരോട് കടന്നു പോവാ എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളൊരു സംശയമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താൻ സ്ത്രീ ശാക്തീകരണം മതിയാവില്ല എന്ന അവതാരകന്റെ ചോദ്യത്തിന് അതിജീവിത പറയുന്നത് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അത് സ്ത്രീ ശാക്തീകരണം കൊണ്ട് അങ്ങനെ ഒരു മെച്ചപ്പെടൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് കന്യാസ്ത്രീകളോട് കുട്ടികളോട് വരാൻ പറയുന്നു? അതായത് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ നിലനിർത്തുക, ഈ പീഡനത്തെ ഇതുപോലെ നിലനിർത്തുക എന്നുള്ളതല്ലേ അതിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്നത്? അപ്പോൾ ഇതെല്ലാം തമ്മിൽ, ഈ കേസും ഇവർ പറയുന്നതും തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലായ്മ കണ്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇതിനുള്ള സംശയങ്ങൾ, ഈ സംശയങ്ങളുടെ മറുപടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റുകളിൽ കൂടെ പ്രതീക്ഷിക്കുന്നു.